നിങ്ങൾ തളരണമെന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ നിങ്ങളെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ തളരരുത് എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ നിങ്ങളെ മറ്റുള്ളവർക്ക് രക്ഷിക്കാൻ പറ്റും. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളൊരു ഹെൽപ്പ് മറ്റുള്ളവരിൽ നിന്ന് സീക്ക് ചെയ്യണം, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ തേടണം എന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സിൽ കെട്ടിക്കൂടി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഭാവിയെ അത് നല്ലോണം ബാധിക്കും. എന്തൊരു കാര്യമായിക്കോട്ടെ, നമുക്കൊരു എന്ത് ഹെൽപ്പ് ആയിക്കോട്ടെ അത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ചോദിക്കണം. അതിനൊരു മടിയും കാണിക്കരുത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 2023 ഞാൻ ഇന്റർവ്യൂ പോയപ്പോൾ എനിക്ക് വല്ലാത്ത ഭയമുണ്ടായിരുന്നു. എനിക്ക് ജോബ് കിട്ടുമോ അല്ലെങ്കിൽ ഇന്റർവ്യൂ പാസ്സാവുമോ എന്ന സംശയം. പക്ഷേ അവിടെ ഞാൻ ഇന്റർവ്യൂക്ക് പോകുന്ന സമയത്ത് അവിടെ സ്ഥാപനത്തിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂവിൽ മെയിനായിട്ട് വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റാണ്. അപ്പോൾ ഞാൻ അവിടെ വലിയ വാഹനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്, 3 ടൺ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും ഓടിച്ചിട്ടില്ല. പക്ഷെ ഒരു പേടി, ഞാൻ ചിലപ്പോൾ ഓടിക്കാതെ കൊണ്ട് ചിലപ്പോൾ ഭയം എന്നിൽ വന്നു ചേർന്നു. പക്ഷെ അദ്ദേഹം അവിടെ ഒരു വണ്ടിയിൽ പുറത്ത്, ആ കമ്പനിയുടെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു മലയാളിയാണ്, എനിക്കൊരു ഹെൽപ്പ് വേണം, ഇനി വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പക്ഷെ അയാൾ ഒരു തൃശ്ശൂർക്കാരനായിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ എന്നെ വണ്ടിയിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടണം, സ്റ്റാർട്ടാക്കിയിട്ട് ഫസ്റ്റ് ഗിയറിൽ ഇടരുത്, പിന്നെ സ്മൂത്തായിട്ട് വണ്ടി ഓടി. ഇപ്പോൾ അത്ര ഒരു രണ്ട് വാക്ക് എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു നന്നായിട്ട്. അപ്പോൾ അതുപോലെ അവരുടെ ഇന്റർവ്യൂ പാസ് ടെസ്റ്റ് അതും ഞാൻ സ്മൂത്തായിട്ട് അയാൾ പറഞ്ഞ പോലെ സെക്കൻഡ് ഗിയർ ഇട്ട് വണ്ടി എടുത്തു, പാസ്സായി. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലായിക്കോട്ടെ നമ്മൾക്ക് സഹായം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മടി കാണിച്ചിട്ട് ഒന്നും നിൽക്കരുത്. മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.